Hello, good morning. Good morning. Good morning all. എല്ലാവരും സുഖമായിരിക്കുന്ന Good morning. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് മെഡിറ്റേഷനിലൂടെ എല്ലാവരും ഉറങ്ങിപ്പോയോ? ഇല്ല. മെഡിറ്റേഷൻ ഒന്നും കൂടി ഒരു എനർജി തരാൻ വേണ്ടിയിട്ടാണല്ലേ? അതെ അതെ. ഓക്കെ, ഫൈൻ. എനിവേ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. പലർക്കും അറിയാം, എന്നാലും ചില ആളുകൾക്ക് അറിയണം എന്നല്ല. ഞാൻ എന്നെ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് സാഹിർ മുഹമ്മദ്. ഞാൻ സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് ട്രെയിനറായിട്ട് ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിംബിൾ എന്ന ഈ മഹാസാഗരത്തിന്റെ ഒരു 90s ബാച്ച് സ്റ്റുഡന്റ് കൂടിയാണ്. നമ്മുടെ മോർണിംഗ് സർക്കിൾ 134ലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായി ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ ജേണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരാണ് അതിന്റെ വിജയശില്പികൾ എന്ന് പറയുന്നത്. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന സജന മാം. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. പലപ്പോഴും ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് ശരിക്കും സൈക്കോളജി ബേസ് ചെയ്തിട്ട് കുറെ ടോപ്പിക്കുകൾ ഞാൻ കൊണ്ടുവരാറുണ്ട്. ഇന്ന് ഞാൻ എടുത്ത ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും സന്തോഷവാനായിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. സന്തോഷത്തോടെ ഇരിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട്? എനിക്ക് സന്തോഷമൊന്നും ആവശ്യമില്ല, എനിക്ക് ഇങ്ങനെ എപ്പോഴും കണ്ണീരും കരച്ചിലും മാത്രം മതി, സീരിയലുകളൊക്കെ പോലെ എപ്പോഴും കണ്ണീരും കരച്ചിലും മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. ഇല്ല, താങ്ക് യു. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന സന്തോഷം അല്ല, അത് ഇന്ന പ്രായമൊന്നുമില്ല, എല്ലാ പ്രായക്കാരും ആഗ്രഹിക്കുന്ന സന്തോഷത്തോടെ ഇരിക്കാനാണ് അല്ലെ. നമ്മുടെ 5 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 6-7 വയസ്സുള്ള കുട്ടി വെള്ളിയാഴ്ച സ്കൂള് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വരവുണ്ട്. കാരണം എന്താണ്? നാളെ സ്കൂളില്ല, ശനി ഞായർ 2 ദിവസം സ്കൂൾ അവധിയാണ് അല്ലെ. ഞാനൊക്കെ അങ്ങനെ വന്നല്ലേ, നാളെ സ്കൂള് ലീവാണെന്ന് അറിയുമ്പോൾ നമ്മൾ വരുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ വെള്ളിയാഴ്ച സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആ സ്കൂൾ ബസ്സിലോട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നാളെ 2 ദിവസത്തേക്ക് സ്കൂളിൽ പോട്ടെ, 2 കൊല്ലമൊക്കെ സ്കൂൾ അടച്ചിട്ട ഒരു പ്രതീതി സന്തോഷം ഉണ്ടാവും. അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്ക് എത്തുന്ന സമയത്ത്, കോളേജിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ ഒരു ലോങ് ലീവ് വരുന്ന സമയത്ത്, ഒരു ഐവി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും സന്തോഷം വരികയാണ്. പിന്നെ അവിടുന്ന് കഴിഞ്ഞ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ജേണിയിലുള്ള സന്തോഷമായി പിന്നെ അല്ലെ. ഞാനും എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല സന്തോഷത്തിലായിരിക്കണം, എൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പിന്നെ കുറെ അങ്ങോട്ട് റിട്ടയർമെന്റ് ലൈഫ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് വളരെ മനോഹരമായിരിക്കണം എന്ന് കരുതുകയാണ്. അങ്ങനെ നമുക്ക് ഇന്ന പ്രായമില്ലാതെ ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന്. പിന്നെ മറ്റൊരു കാര്യം, സന്തോഷത്തോടെ എപ്പോഴും ഇരിക്കണോ അല്ല സങ്കടത്തോടെ ഇരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഞങ്ങൾ തന്നെയാണ് അല്ലെ. നമ്മളല്ല തീരുമാനിക്കുന്നത് ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണോ അല്ല സങ്കടത്തോടെ ഇരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ പലരുടെയും ഒരു ചിന്താഗതി സന്തോഷം എന്ന് പറയുന്നത് പണമാണ്. പണം മാത്രമാണോ സന്തോഷം എന്ന് പറയുന്നത്? പണം ഉണ്ടെങ്കിൽ സന്തോഷം കിട്ടുമോ? അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചാലഞ്ച് ചെയ്യാണ്. പണം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിവൺ? സജന മാം, ജിഷ മാം? ഇല്ല. ഇല്ല. പണം മാത്രല്ല സന്തോഷം. അല്ല, പദവി. ഇപ്പൊ ഇവിടെ നല്ലൊരു പദവി കിട്ടുകയാണ് അല്ലെ, ഭയങ്കര പദവിയാണ്. ഇപ്പൊ ഇതിനെ വിംബിൾഡൺ മെയിൻ ആയിട്ട് നമ്മൾ ഒരാളെ തീരുമാനിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ പറയാണ്, ഓക്കെ നിഷ മാം ആണ് ഇനി മുതൽ വിംബിൾഡൺ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ പദവി കൊടുക്കുകയാണ്. പദവി കൊടുത്തതോടുകൂടി സന്തോഷം എല്ലാം ഫുൾഫിൽ ആവുമോ? ഒരിക്കലും ഇല്ല. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റിലൂടെയാണ് നമ്മുടെ സന്തോഷം എപ്പോഴും നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ്. അതിന്റെ സയന്റിഫിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ മാർട്ടിൻ സെലിഗ്മാൻ പറഞ്ഞ ഒരു മോഡൽ, പെർമ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്. പെർമ മോഡൽ അഥവാ നമ്മൾ ലൈഫിൽ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. നമുക്ക് പെർമ മോഡൽ എന്താന്ന് നോക്കാം. പെർമ മോഡൽ എന്ന് പറഞ്ഞാൽ അതിൽ പി പറയുന്നത് പോസിറ്റീവ് ഇമോഷൻസ് ആണ്. ഈ പോസിറ്റീവ് ഇമോഷൻസ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് എപ്പോഴും നല്ല വികാരങ്ങൾ നൽകുക, നല്ല ഉന്മേഷം നൽകുന്ന സംഭവങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ഇമോഷൻസിൽ എന്തൊക്കെ പെടും? എന്തൊക്കെയാണ് പോസിറ്റീവ് ഇമോഷൻസിൽ പെടുക? സന്തോഷം.
സന്തോഷം വരും. വെരി ഗുഡ്. പിന്നെ പിന്നെന്താ? നല്ല ഓക്കെ, ചിന്തകൾ. സന്തോഷം, നല്ല ചിന്തകൾ വരും. വെരി ഗുഡ്. നന്ദി വരും, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, അതെ അതെ. അതുപോലെ തന്നെ ഹോപ്പ്, വണ്ടർ അടിക്കൽ ആവും അല്ലെ. നമ്മൾ ചില സംഭവങ്ങൾ കാണുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ എന്താ പറയാ, iPhone 17 പ്രോന്റെ കുറച്ച് നാൾ ചർച്ച ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ സജന മാമിന് നമ്മൾ iPhone 17 Pro കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സജന മാമിന്റെ ഒരു ഇതെന്തായിരിക്കും, ഔ അല്ലെ, ഒരു പെട്ടെന്നൊരു സന്തോഷം, ഒരു പോസിറ്റീവ് ഇമോഷൻസ് അവിടെ വന്നില്ലേ. ഞാൻ അതെ. പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ ആഗ്രഹിക്കാണ് സജന മാം ഏതായാലും ഇത്ര നാളായിട്ട് മോർണിംഗ് സർക്കിൾ കൊണ്ടുപോകാണല്ലോ, അപ്പൊ ഞാൻ ഏതായാലും ഒരു 17 Pro കൊടുക്കാമെന്ന്. അപ്പൊ അത് കിട്ടുന്ന സമയത്ത് ആൾക്കൊരു പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാവൂലേ. അല്ലെങ്കിൽ ഈ മോർണിംഗ് സർക്കിൾ വന്ന മൊത്തം ആളുകളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു വണ്ടർ അല്ലെ, ഒരു ഫീൽ ഉണ്ടാവും അല്ലെ, വാവ് അടിപൊളി, എന്താണ്, ഒരു 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 ഉള്ളുന്ന ഒരു സന്തോഷം വരും. അതാണ് ഈ പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ ലൈഫിൽ നന്ദി കൊണ്ട്, അതുപോലെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന രൂപത്തിൽ ഇതൊക്കെ നമ്മൾ സ്വയം കൊണ്ടുവരേണ്ടതാണ്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളോട് ഒരാൾ നന്ദി പറഞ്ഞു, നമ്മളിപ്പോ ഒരു വണ്ടി യാത്ര ചെയ്യാണ്, നമ്മൾ സൈഡ് കൊടുക്കേണ്ട ഒരു അവസരം ഇല്ല, എന്നാൽ നമ്മൾ സൈഡ് കൊടുത്തു. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ടും ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നന്ദി എന്നാണ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് രണ്ട് രീതിയിലും പറയാം കേട്ടോ. ഹോൺ ചിലപ്പോൾ നിങ്ങൾ സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ നീട്ടി ഒരു ഹോൺ അടിച്ചാൽ അതിന് വേറൊരു അർത്ഥമുണ്ട്. അത് നമുക്ക് എന്തായാലും ചർച്ച ചെയ്യണ്ട. എന്നാൽ നിങ്ങൾ സൈഡ് കൊടുത്തതിനെ കുറിച്ചിട്ട് പോസിറ്റീവ് നമുക്ക് ചർച്ച ചെയ്യാം. സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു ഹോൺ അടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കയറി പോവാൻ, ഒരു വണ്ടി മാത്രം കയറി പോവാൻ ഒരു വഴിയാണെങ്കിൽ നിങ്ങൾ കയറി പോവാതെ നിങ്ങൾ നിർത്തി മറ്റുള്ളവർക്ക് വഴി കൊടുക്കുകയാണെങ്കിൽ ആ ഡ്രൈവർ ഒരു ലൈറ്റ് ഇട്ട് കാണിക്കും, അല്ലെങ്കിൽ ഒരു ഹോൺ അടിച്ച് കാണിക്കും. അതൊരു നന്ദിയാണ്. ശരിക്കും അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളതാണ്. ആ പോസിറ്റീവ് ഇമോഷൻസ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. അഥവാ ഞാൻ ആ സൈഡ് കൊടുത്തത് കൊണ്ടാണല്ലോ നന്ദി കാണിച്ചത്, ഒരു സന്തോഷം. നമ്മൾ അത് എടുക്കൂല. നമ്മൾ നേരെ മറിച്ച് എന്താ ചെയ്യാന്നറിയോ, നമ്മൾ സൈഡ് കൊടുക്കാതെ ഇൻ കേസ് അയാൾ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ നീട്ടിയ ഹോൺ അടിച്ചാൽ നമ്മൾ രണ്ട് വാക്ക് പറയും. ഇത് അവന്റെ അവിടുന്ന് കൊണ്ടുവന്നതാണോ, തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ അല്ലെ. നമ്മളങ്ങനല്ലേ ചോദിക്കുക. നമ്മൾ ചിലപ്പം ഡ്രൈവർമാരുടെ കൂടെ ഒക്കെ ഇരുന്നവരായിരിക്കുമല്ലോ, ഇതെന്താ അവന് മാത്രം അവകാശപ്പെട്ട റോഡാണോ, എനിക്ക് പോകണ്ടേ, അല്ലെ എന്റേതല്ലേ റൈറ്റ്സ്, ഞാനല്ലേ പോകേണ്ടത് ആദ്യം. നമ്മൾ ആ പോസിറ്റീവ് ഇമോഷൻസ് നമ്മൾ നേരെ മറിച്ച് അയാൾ നന്ദി പറഞ്ഞാൽ നമ്മൾ അത് എടുക്കൂല. സോ നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ആ പോസിറ്റീവ് ഇമോഷൻസ് മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ നെഗറ്റീവ് മാത്രം നമ്മുടെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ഇമോഷൻസ് മാത്രം കൊടുക്കുക. ഈ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺ ഡോപ്പമിൻ. ഡോപ്പമിൻ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ ഡോപ്പമിനാണ് നമ്മൾ ഏറ്റവും വലിയ ആളാക്കി വെച്ച ഒരു സാധനമാണ് ഈ ഡോപ്പമിൻ മാത്രമാണോ സന്തോഷം ഉണ്ടാക്കുന്നത്? അല്ല, കുറെ കുറെ ഉണ്ട്. നമ്മൾ എന്നാലും ഡോപ്പമിനെയാണ് മെയിൻ ആയിട്ട് വെക്കുക അല്ലെ. ശരിക്കും ഡോപ്പമിൻ മാത്രമല്ല കേട്ടോ. ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വികാരത്തിന്റെ പുറത്ത്, അഥവാ ഒരു ഇമോഷൻസിന്റെ പുറത്തുണ്ടാവുന്ന ഒരു ഹോർമോണാണ്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ സെറോട്ടോണിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ. എൻഡോർഫിൻ എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ പെയിൻ കില്ലർ എന്നാ പറയാ. നാച്ചുറൽ പെയിൻ കില്ലർ എന്നാണ് എൻഡോർഫിനൊക്കെ പറയാ. അഥവാ നമ്മളെ സ്മൈല്, നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചിരിക്കുക ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് ചിരിക്കുക. ചില മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എപ്പോ നോക്കിയാലും ഒരു സ്മൈല് അയാളെ മുഖത്തുണ്ടാവും. എപ്പോ നോക്കിയാലും ഒരു സ്മൈല് അയാളെ മുഖത്തുണ്ടാവും. എന്നാൽ നമുക്ക് ചില ആളുകൾക്ക് ചിരിക്കാനാണ് പാട്. ഈ മസിലൊന്നും അനങ്ങൂല. ഇത് അനങ്ങിയ ഇവിടുത്തെ ഫാറ്റ് കുറയോ എന്നുള്ളൊരു പേടി. എല്ലാരും വീഡിയോ ഓഫാണ് എനിക്കറിയാം. എന്നാലും നിങ്ങൾ സ്വയം ഒന്ന് ചിരിച്ചേ. നിങ്ങൾ പരമാവധി നിങ്ങളെ ഈ എന്താ പറയാ, കവിളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഈ ഇവിടുത്തെ മസിൽസ് ഒന്ന് അനങ്ങട്ടെ. ഒന്ന് ചിരിച്ചേ. നിങ്ങൾ ക്യാമറ ഓഫാണ്, പക്ഷെ നിങ്ങൾ എല്ലാരും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വേണ്ട, എനിക്ക് സൗണ്ട് കേൾക്കണ്ട. നിങ്ങളൊക്കെ ചിരിച്ചാൽ മതി. അതെ, നിങ്ങൾ ചിരിച്ചാൽ നിങ്ങൾ ഇവിടുത്തെ ഈ മസിൽസ് ഒന്ന് അനങ്ങിയാൽ മതി. കാരണം എന്റെ സാറ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരു ക്യാമ്പിന് പോയത്ര, ലോഫിംഗ് ക്യാമ്പ് അങ്ങനെ എന്തോ ഒരു ക്യാമ്പിന് പോയി എന്ന് പറഞ്ഞു. ക്യാമ്പിൽ എന്താണെന്ന് അറിയോ, 1 ഡേ ക്യാമ്പാണ്. അഥവാ രാവിലെ എത്തി 10 മണിക്ക്, ഫിറ്റ് ചെയ്യുന്ന 10 മണിക്കാണ് അവർ പിരിയുന്നത്. ആ ക്യാമ്പിൽ സംസാരമില്ല, മ്യൂട്ടാണ്. ഓൺലി ചിരി മാത്രം. ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കണം ഭക്ഷണം വന്നു. സംസാരമില്ല അവിടെ. സംസാരിച്ച ഫൈന്. ഒരു ദിവസത്തെ ക്ലാസ് ആണ്. സത്യത്തിൽ അവിടെ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു. ശരിക്കും പഠിക്കുന്ന എന്താണെന്നറിയാം, പല പ്രശ്നങ്ങളിലും ഇടപെടാതിരിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ അവിടെ പെട്ടുപോകും, നരകത്തിൽപ്പെട്ട പോലെ. കാരണം എന്നെ കുറിച്ച് അറിയുന്ന ആൾക്കറിയാം, ഞാൻ
പലപ്പോഴും ടെക്സ്റ്റ് മെസ്സേജ് കുറച്ചിട്ട് വോയിസ് മെസ്സേജ് ഇടുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികം ഇങ്ങനെ ഒരു ക്യാമ്പിന്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് അറിയോ? നമ്മുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ സ്മൈൽ എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുക. ആ ഒരു ക്യാമ്പ് കഴിഞ്ഞ പിന്നെ ആ ക്യാമ്പിൽ എല്ലാവരും തന്ന ഫീഡ്ബാക്ക് എന്താന്ന് സാറിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എല്ലാവരും ചിരിക്കാൻ പഠിച്ചു. സത്യത്തിൽ ചിരിക്കാൻ ആരെങ്കിലും പഠിപ്പിച്ചേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളിപ്പോ ചിരിച്ചത് ഞാൻ പറഞ്ഞിട്ടല്ലേ? ആവശ്യമുണ്ട്. പഠിപ്പിച്ചേണ്ട ആവശ്യമുണ്ടോ? പലർക്കും ആവശ്യമുണ്ട്. പലർക്കും ശരിക്കും നമുക്കറിയാം ചിരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. നമ്മളൊരു നല്ലൊരു തമാശ കണ്ടു കഴിഞ്ഞാൽ, ഒരു തിയേറ്ററിൽ പോകുന്ന ഒരാളാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഒരു തമാശ കണ്ടു കഴിഞ്ഞാൽ ഉറക്കെ ചിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആള് ചിരിക്കുന്നത് കണ്ടിട്ടെങ്കിലും ചിരിക്കുന്നവരുണ്ടാവും, അല്ലെ? ചില സ്ഥലങ്ങളിൽ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ തമാശ പറഞ്ഞതിന്റെ പേരിൽ ചിരിക്കുന്നവരില്ലേ? എന്താ തമാശ മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ എന്തോ ഒരു സംഭവം അതിനകത്ത് ഉണ്ട് എന്ന് കരുതി സ്വയം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നവരുണ്ടാവും, അല്ലെ? എന്താന്ന് മനസ്സിലായിട്ട് പോലും ഇല്ല, എന്നാലും ചിരിക്കും. അതാണ് സ്മൈലിന്റെ ഏറ്റവും മനുഷ്യർക്ക് മാത്രം പറ്റുന്നതാണ് ചിരിക്കുക. അതെ, മനുഷ്യർക്ക് മാത്രം പറ്റുന്നതാണ് ചിരിക്കുക. എന്നിട്ട് നമ്മൾ ചിരിക്കൂല, നമുക്ക് ചിരിക്കാൻ മടി. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഭയങ്കരമായിട്ട് ശരിക്കും ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയാം, ചിരിക്കുമ്പം നമ്മൾ ഗ്ലാമർ ആണോ നോക്കരുത്. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ ചിരിക്കുമ്പോ എന്താ വെച്ചാല് ഇങ്ങനെയൊക്കെ ചിരിക്കും. കാരണം വെച്ചാൽ ഇവിടെ ഒരു പല്ലുണ്ട്, ആ പല്ല് ഇങ്ങനെ എന്താ പറയാ തെറ്റിയിട്ടാണ് ഉള്ളത്, അല്ലെ? അതുകൊണ്ട് ആ പല്ല് കണ്ടു കഴിഞ്ഞാല് ഹലീദ് സാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൗമ്യ മനോജ് സാറിന്റെ മാഡത്തിന്റെ പല്ല് തെന്നിയിട്ടാണോ? നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയല്ലേ, അല്ലെ? നമ്മുടെ അങ്ങനെ ചിന്തിക്കല് നമ്മുടെ പല്ലൊന്ന് തെന്നിയിട്ട്, അതുകൊണ്ട് നമ്മൾ ചിരിയിൽ ഗ്ലാമർ രക്ഷിക്കാൻ നോക്കും, അല്ലെ? ചില ആള് പറയും എന്റെ ഈ സൈഡിൽ നിന്ന് ചിരിക്കുമ്പോ അല്ലേ രസം കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ചിരിയിൽ എന്തിനാണ് ഗ്ലാമർ നോക്കുന്നത്? ചിരിയുടെ ഗ്ലാമർ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചിരി അത് ആർട്ടിഫിഷ്യൽ ആയിരിക്കും, അല്ലെ? നിങ്ങളൊന്നും ആലോചിച്ചു, അത് ആർട്ടിഫിഷ്യൽ ആയിരിക്കൂല എന്തായാലും. നമ്മൾ ചിരിക്കുമ്പോൾ എന്റെ ചിരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ എന്റെ പല്ല് മൊത്തം കാണും. അപ്പൊ ഞാൻ ചിന്തിക്കാണ് ഇതൊരു ശരി കേട്ടോ, ഈ ചിരി വേണ്ട, ഇങ്ങനെ ഇരിക്കാം, അല്ലെ? നിങ്ങൾ ആരും ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിച്ചവരാരും ഇല്ലേ? അത് പോട്ടെ, നിങ്ങളെ ഗ്ലാമറിന്റെ പോട്ടെ, നിങ്ങൾ വെറുതെ ചില ആളെ കാണുമ്പോ വെറുതെ ചിരിക്കണ്ടേ എന്ന് കരുതി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ ഉള്ളത് പറഞ്ഞുകൊണ്ട് ചിരിച്ച ടീമില്ലേ? നമ്മൾ ചിരിക്കാറില്ലേ? ഞാൻ ചിരിക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചിരിക്കാറ് ചില സമയത്ത്. സ്ഥലകാലബോധം ഇല്ലാതെ ചിരിക്കുമ്പോഴാണ് ശരിക്കും ചിരിക്കുക. അല്ലാത്തതെല്ലാം ആർട്ടിഫിഷ്യലാണ്. കറക്റ്റ്. റൌഫ് സാർ പറഞ്ഞു സ്ഥലകാല ബോധം ഇല്ലാതെ, പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്തെങ്കിലും നമ്മൾ ചളി പറയാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ ഒരുമാതിരി ചിരിയമ്മ ചിരിക്കും. ആ ചിരി ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ ഗ്ലാമറെല്ലാം പോയിട്ടുണ്ടാവും. നേരെ മറിച്ച് നമ്മളൊരു സദസ്സിൽ ഇരുന്ന് ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുമ്പോ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ ഈ ചിരിക്കും. ഇത് ഓവർ വന്നു കഴിഞ്ഞാൽ നല്ലോണാവും, നല്ല ഇതായി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താക്കും, നമ്മൾ ആ സ്മൈലിനെ കൺട്രോൾ ചെയ്യും. ശരിക്കും നാച്ചുറൽ പെയിൻ കില്ലർ ആണ്. ഞാൻ വിഷയത്തിനോട് അനുബന്ധിച്ച് പറഞ്ഞതാണ്, നാച്ചുറൽ പെയിൻ കില്ലർ ആണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. അപ്പൊ സ്മൈൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമ്മള് പെർമ മോഡലിൽ ചർച്ച ചെയ്ത ഒന്നാണ് പോസിറ്റീവ് ഇമോഷൻസ്. കാരണം എന്ത് പോസിറ്റീവ് ഇമോഷൻസ് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ നമ്മൾ സ്വീകരിക്കുക. നെഗറ്റീവ് ഇമോഷൻസിനെ സ്വീകരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ പോസിറ്റീവ് ഇമോഷൻസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എൻഗേജ്മെന്റ് ആണ്. സന്തോഷത്തിന്റെ രണ്ടാമത്തെ ഘടകമാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ മുഴുകിയിരിക്കുക എന്നുള്ളതാണ്. അഥവാ ഞാനിപ്പോ ക്ലാസ് എടുക്കുകയാണ്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ക്ലാസ്സിലായിരിക്കണം ഞാൻ എപ്പോഴും എൻജോയ് ചെയ്തിരിക്കേണ്ടത്. ഇതിന്റെ ഈ അരമണിക്കൂർ, ഈ 30 minutes ആയിരിക്കണം എന്റെ ക്ലാസ്സിന് ഞാൻ എൻജോയ് ചെയ്ത് ഇരിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ ഒരു അധ്യാപകൻ തന്റെ ക്ലാസ്സിലെ കുട്ടികൾ മുന്നിലിരിക്കും, ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് എടുക്കേണ്ട ആ വിഷയത്തിലായിരിക്കും എൻഗേജ്മെന്റ് ചെയ്തിരിക്കുക, അല്ലെ? എൻഗേജ് ആയിരിക്കുക എന്നത് ഏത് വിഷയം ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടം സോങ് കേൾക്കാനാണ്, ആ പാട്ട് കേൾക്കുന്നതിൽ നിങ്ങൾ എൻഗേജ് ആയിരിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾ ഡബിൾ മൈൻഡ് ആവാതിരിക്കുക. അഥവാ ഞാൻ ഇപ്പൊ നിങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തെ എന്റെ മറ്റേ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ നോക്കുന്നു, അല്ലെ? ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് ക്ലാസ് എടുക്കുകയാണ്, ഞാനിപ്പോ ഇങ്ങനെ ഓരോ കാര്യം, അതെ മൈൻഡ്ഫുൾനെസ്, യെസ് റൈറ്റ്. ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പെർമ മോഡല്. അപ്പോ പെർമ മോഡലില് 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണ് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്കാണ്. കാരണം എനിക്ക് നിങ്ങളോടും ക്ലാസ് എടുക്കണം, എന്നാൽ ഇവിടെ കാര്യമായിട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്, അതും നോക്കണം. സ്വാഭാവികമായിട്ടും ഞാൻ അതിൽ എൻഗേജ്ഡ് ആയിട്ടല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്, മറിച്ച് എന്റെ ഡ്യൂട്ടി എന്നുള്ളത് വേണം ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവാണ്.
ഒരു കുട്ടി, ആ കുട്ടിയെ 5 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ ആ കുട്ടിയെ എന്നാ പിന്നെ പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കുട്ടി കുട്ടി എല്ലാം മറന്ന് കളിക്കും. വൈകുന്നേരം അച്ഛൻ അമ്മ അവരെ വിളിക്കണം, അല്ലെ, കുട്ടിയെ വിളിക്കണം, വാ ഇന്നടത്ത് പോകണം, അല്ലെ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ സന്ധ്യാസമയമായി കുളിക്കാൻ സമയമായി എന്നിട്ട് കുട്ടിയെ വിളിക്കണം. കുട്ടി എല്ലാം മറന്നുകൊണ്ട് കളിക്കുകയാണ്. നമ്മൾ ആ പ്രായം കഴിഞ്ഞു വന്നവരാണ്. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമ്മളെ റിട്ടയർമെന്റ് അഥവാ നമ്മൾ ഈ ലോകത്ത് നിന്ന് പിരിയുന്നത് വരെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ എന്ത് കാര്യത്തിലാണോ നമ്മൾ കൂടുതൽ ആക്റ്റീവ്, അതിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് നമ്മളെ ഹാപ്പി ആക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത്. അടുത്തത് തേർഡ് വൺ ആണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നല്ല ബന്ധങ്ങൾ. ഓക്കെ റോഫ് സാർ, അടിപൊളി. താങ്ക് യു. അടുത്തതാണ് റിലേഷൻഷിപ്സ് എന്നുള്ളത്. ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള സംഭവങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ കുടുംബത്തിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ല ഉണ്ടാവുക, അല്ലെ, നമുക്ക് കുടുംബ ബന്ധങ്ങൾ മാത്രമാണ്. അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, അല്ലെ, അങ്കിള്, ആന്റി, ഇതാണ്, അത് ബന്ധങ്ങളാണ്. അതിനപ്പുറത്ത് നമ്മൾ അവരോട് ഒന്നുകൂടി അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ശരിക്കും ഈ ബന്ധങ്ങളിൽ നമുക്ക് എപ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുക എന്നറിയോ? ഞാനിപ്പം ഇവിടെ ഇപ്പൊ റൌഫ് സാറായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട്. സജന മാമിനെ എനിക്കറിയാം, ജിഷ മാമിനൊക്കെ അറിയാം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യമായിട്ട് മോർണിംഗ് സർക്കിൾ എടുക്കാൻ വരിക, അല്ലെങ്കിൽ ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഇവരെ ഗ്രൂപ്പിൽ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഞാൻ എങ്ങനെ പോകണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെ? ഇവർ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ ഉണ്ടാവും അതിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടും എന്റെ സ്ട്രെസ് അവിടെ കുറഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും എത്ര 2 മണിക്കൂറാണോ ക്ലാസ്? 2 മണിക്കൂറാണെങ്കിൽ ഇന്ന വിഷയങ്ങൾ ചർച്ച ചെയ്താൽ മതി, ഇന്ന വിഷയങ്ങൾ തുടരുത്, ഇന്ന രീതിയിൽ ഡ്രസ് ചെയ്യണം, ഇന്നതുപോലെ പോകണം, ഇന്നതുപോലെ ക്ലാസ് കൈകാര്യം ചെയ്യണം. അവരെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്ത് തരികയാണ്, അല്ലെ? ഇനി സോഷ്യൽ ബീയിങ് ആണെന്ന മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ബീയിങ് ആണ്, അല്ലെ, ഹ്യൂമൻ. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സോഷ്യലായിട്ട് കണക്ട് ചെയ്യുന്ന സമയം നമുക്കൊരു പ്രശ്നം വന്ന പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഈ ഫ്ലാറ്റ് ജീവിതം വേണ്ട എന്ന് വെക്കുന്ന ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഫ്ലാറ്റിൽ തന്റെ അപ്പുറത്തെ ഫ്ലാറ്റിൽ എന്താ നടക്കുന്നതെന്ന് പോലും ഈ ഫ്ലാറ്റിൽ ഇരുന്നുകൊണ്ട് അറിയാൻ വേണ്ടി സാധിക്കാത്ത ഒരു ജീവിതമാണ് ഫ്ലാറ്റ് ജീവിതം എന്ന് പറയാറുണ്ട്. എത്രമാത്രം ശരിയെന്ന് എനിക്കറിയില്ല, ഞാൻ ഫ്ലാറ്റ് ജീവിതം നയിച്ച ഒരാളല്ല. പലപ്പോഴും പറയുന്നത് കേട്ടതാണ്. കാരണം അവരവരെ ലൈഫായി, അവരെ പാടായി എന്നുള്ള രൂപത്തിലാണ്. ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? ഞാൻ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ സമീപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ എന്ത് പറയും എന്നോട്? ആളാണ്, ഇന്ന ആളാട്ടോ, അറിയാം, കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്, നിങ്ങൾ എവിടെ, അല്ലെ? നേരെ മറിച്ച് നമ്മൾ ഒരു പരിചയമില്ല, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാണ്, അല്ലെങ്കിൽ അടുത്തുള്ള ഒരാളെ കാടാണ്, ഒരു സ്ഥാപനം തുടങ്ങുന്നു പുതിയ. ആ സ്ഥാപനം തുടങ്ങുമ്പോൾ റൌഫ് സാറിന് എനിക്ക് ഒരു പരിചയമില്ല, എന്റെ അയൽവാസിയാണ്, പക്ഷെ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ട് ഒന്നുമില്ല, കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ റൌഫ് സാറിനെ പോയിട്ട് പറയണം, എന്റെ ഒരു സ്ഥാപനം ഇങ്ങനെ ഉദ്ഘാടനം നിങ്ങൾ വരണം, സഹകരണം വേണം. സ്വാഭാവികമായിട്ട് റൌഫ് സാർ അപ്പ ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നാച്ചുറൽ ചിരി ഒഴിവാക്കിയിട്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരി, ഓക്കെ ശരിയാണ്, വരാമെന്ന്. എന്നിട്ട് ഞാൻ പോയ ഉടനെ റൌഫ് സാർ പറയുന്ന ഒരു വാക്കുണ്ടാവും, എന്താണ്? ഇത്ര കാലം ഈ തൊട്ടടുത്ത് താമസിച്ചിട്ട് ഒന്ന് മിണ്ടാനോ അല്ലെങ്കിൽ നമ്മളോട് ഉണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് നമ്മളെ ക്ഷണിച്ചിരിക്കുക, ആര് പോവാൻ, അല്ലെ? മനുഷ്യരാണ്, നമ്മൾ അങ്ങനെ പറയുള്ളൂ, നമ്മളങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക, നല്ല റിലേഷൻഷിപ്സ് നമ്മൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമൊക്കെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബന്ധമായിരിക്കും. നമ്മൾ സംസാരം, കാര്യങ്ങള്, ഫോൺ വിളിക്കല്, ഗ്രൂപ്പ് കോള്, അങ്ങനെ പലതും നമുക്ക് ഇടയിൽ ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ മെസ്സേജിന്റെ എണ്ണം കുറയും. ആദ്യം ആ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഉണ്ടായത് ചിലപ്പോൾ 100 above മെസ്സേജ് ഒക്കെ ആയിരിക്കും ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് തുടങ്ങിയ അനുഭവം ഉണ്ടോ? പുതുതായിട്ട് കുറച്ച് ഫ്രണ്ട്സ് സർക്കിൾ കൂടിയിട്ട്? നിശാമ ഉണ്ട്, വെരി ഗുഡ്. നമ്മൾ ആദ്യം എന്താവും, ജിംബിൾ ഗ്രൂപ്പ് അങ്ങനല്ല, ഓക്കെ, വിംബിൾ ഗ്രൂപ്പ് നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആയിരിക്കണം. കാരണം അതിനകത്ത് ഇപ്പൊ നമ്മുടെ മോർണിംഗ് സർക്കിൾ ആയാലും നമ്മുടെ അപ്പം തന്നെ സജന മാം ഒരു ഹായ് ഇട്ട് വരും. നമ്മുടെ അർച്ചന മാം പറയുന്ന ഒരു കാര്യം, ഹായ് ഇട്ട് അതിനർത്ഥം ഏതോ ഒരു ട്രെയിനർ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കോഡ്. അത് ഡീകോഡ് ചെയ്ത് നമ്മൾ വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോ നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങും ഫ്രണ്ട് സർക്കിളിന്റെ. എന്നിട്ട് അതിനകത്ത് ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര മെസ്സേജ്, 11-12 മണി വരെയൊക്കെ ആക്റ്റീവായിട്ട് എല്ലാവരും സംസാരിക്കും. 2ാം ദിവസവും അങ്ങനെ സംസാരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ മെസ്സേജിന്റെ എണ്ണം കുറയും.
രണ്ടാഴ്ച കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറയും. പിന്നെ മെസ്സേജ് ഇങ്ങനെ അങ്ങ് കുറഞ്ഞു. പിന്നെ ആ ഗ്രൂപ്പിൽ ഒന്നുകിൽ ആരെങ്കിലും മരിച്ചാൽ ഒരു ആദരാഞ്ജലി ഉണ്ടാവും, അല്ലെ? എന്റെ പല പല ഗ്രൂപ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മരിച്ചാൽ ഒരു ആദരാഞ്ജലി കാണുന്നുണ്ടാവും, എന്നിട്ട് അതിനെല്ലാവരും അനുശോചിച്ചിട്ട് താഴെ വരും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിടും, അല്ലെ? അല്ലെങ്കിൽ വെള്ളിയാഴ്ചകൾ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ, വെള്ളിയാഴ്ച സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ സൺഡേ സ്പെഷ്യൽ എന്തെങ്കിലും ഇടും. ഇപ്പൊ ഗുഡ് മോർണിംഗ് മാത്രം. ചില ഗ്രൂപ്പുകൾ അങ്ങനെയായി, ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് നൈറ്റും. ഗ്രൂപ്പ് തുറക്കാനും കൂട്ടാനും ഒരു ടീമിനെ ആക്കിയതുപോലെ ഒരു സംഭവം, അല്ലെ? ഇതാണ് നമ്മുടെ ഓരോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അത് നമ്മൾ പറഞ്ഞു വിമ്പിൾ അങ്ങനെ അല്ലാന്ന്, നമുക്ക് അതിൽ അഭിമാനിക്കാം, അല്ലെ? അതും ഇല്ലാത്തതുണ്ട്. ഓക്കെ, ഫൈൻ. എല്ലാരും എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചേ പറയേണ്ടുള്ളൂ. അപ്പോ വിമ്പിൾ അങ്ങനെയല്ല, അത് നമുക്ക് സന്തോഷിക്കാം, അല്ലെ? വിമ്പിളിലെ ഗ്രൂപ്പ് എപ്പോഴും ആക്റ്റീവ് ആണ്. വിമ്പിളിലെ ഗ്രൂപ്പിൽ എങ്ങനെ പോയാലും നമ്മൾ അതിൽ കയറിപ്പോവും. കാരണം അതിനകത്ത് നടക്കുന്ന മെസ്സേജ്, അല്ലെ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കും, ട്രോൾ ചെയ്യും, പിന്നീട് ഒന്നാവും, അല്ലെ? അത് ഒരു ഹാപ്പി മൊമെന്റ് ആണ് അതൊക്കെ. അത് നമ്മുടെ എല്ലാ കാര്യത്തിലും ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് പെർമ മോഡൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള മീനിങ് ആണ്, ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് എന്റെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ ജീവിച്ച് അവസാനം കുറേ കാലം ജീവിച്ച് മക്കളായി അവസാനം ചാരുകസേരയിൽ ഇരുന്നിട്ട് ഒരു സംസാരം ഉണ്ട്. എന്താണെന്നറിയോ? മക്കളോടൊക്കെ പറയും, ചെറുമക്കളോടൊക്കെ പറയും, ഞാൻ ജീവിച്ചത് നിങ്ങളെയൊക്കെ അച്ഛന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. എന്റെ ആയ കാലം, അല്ലെ? എന്റെ ചെറുപ്പകാലം മൊത്തം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു എന്നൊക്കെ പറയും, ചാരുകസേരയിൽ ഇരുന്നിട്ട് അവസാന റിട്ടയർമെന്റ് കാലം. സത്യത്തിൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം അവിടെ ക്ലോസ് ഔട്ടും. എന്താണെന്നറിയാം? നിങ്ങളും ഞങ്ങൾ സന്തോഷിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് നാളെ വരാനിരിക്കുന്ന ഒരു കാലം, വരാനിരിക്കുന്ന ഒരു ജനറേഷൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. അതുകൊണ്ട് എന്റെ വാക്ക് കേൾക്കുന്ന, എന്റെ ക്ലാസ് കേൾക്കുന്ന ഒരാളോട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സന്തോഷിക്കേണ്ട കാലം നമ്മൾ സന്തോഷിച്ചിട്ട് മതി അടുത്ത സ്റ്റെപ്പ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ അവസാന ടൈം ചാരുകസേരയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മൾ പറയാണ്, എന്റെ ലൈഫിൽ ഞാൻ സന്തോഷമൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു. സ്വാഭാവികമായിട്ടും വരും ജനറേഷൻ അങ്ങനെയല്ല. നമ്മളെ 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ വരും ജനറേഷൻ ചോദിക്കും, ഞാൻ പറഞ്ഞോ നിങ്ങളോട് സന്തോഷിക്കണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോ നിങ്ങളോട് ദുഃഖിക്കണ്ടെന്ന്? ഏതെങ്കിലും കുട്ടികൾ പറയാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനോട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കരുത്? പക്ഷെ അവര് നേരെ മറിച്ച് ആ പോസിറ്റീവ് ഇമോഷൻസിന് പകരം അവര് എന്റെ മക്കളുടെ ഭാവി എന്ന് പറഞ്ഞിട്ട് അവരെ സന്തോഷം മാറ്റിവെച്ചു. എന്താണ് ആ ലൈഫിലെ മീനിങ് ഉള്ളത്? നമുക്ക് ഒരു മീനിങ് നമുക്ക് പറയാം, മക്കൾക്ക് വേണ്ടി എന്ന് പറയാം, അതൊരു മീനിങ് തന്നെയാണ്. പക്ഷെ മക്കൾക്ക് വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മക്കളുടെ ലൈഫ് മാത്രം നോക്കിക്കൊണ്ട് സ്വയം ലൈഫ് അവിടെ ഓമിക്കപ്പെടുകയാണ്. നമ്മൾ സന്തോഷിപ്പിക്കണം. അതെ, കറക്റ്റ് ആണ്. കാരണം ഇന്നത്തെ നമ്മുടെ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിച്ചിട്ട് അവസാനം മക്കളൊരു പ്രായമാകുമ്പോൾ ഒരു വിദ്യാഭ്യാസമൊക്കെ നേടി മക്കളൊരു കല്യാണമൊക്കെ കഴിക്കുമ്പോൾ വരുന്ന ആള് പറയാണ്, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പറയാണ്, അച്ഛന് പ്രായമാണ്, അമ്മക്ക് പ്രായമാണ്, നോക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ നമുക്ക് ഇപ്പൊ ഓൾഡ് ഏജ് ഹോം എന്നൊന്നും പറയാറില്ല. ഇപ്പൊ പേരൊക്കെ വ്യത്യാസമായി, അല്ലെ? പേരൊക്കെ ഇപ്പൊ ഓൾഡ് ഏജ് ഹോം എന്നൊന്നും ഉണ്ടാവാറില്ല. പേര് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഏതൊക്കെ എക്കോ പാർക്കിലൊക്കെ പോയതുപോലെയാണ്. ഫൺ പാർക്കിലൊക്കെ ഉള്ള പേരാണ് ഇപ്പൊ പല ഓൾഡ് ഏജ് ഹോംസിനും. നമ്മൾ നമ്മുടെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ നമുക്ക് വേണ്ടി സന്തോഷം മാറ്റി വെച്ചു, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ അത്ര വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ടില്ല, ഫോണുകൾ ധരിച്ചിട്ടില്ല എന്ന് പറയുന്ന അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ നമ്മൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുവിടുകയാണ്. കാരണം എന്താണ്? എന്റെ തിരക്കിനിടയിൽ എനിക്ക് നോക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് അവരെ നോക്കാൻ ശുശ്രൂഷിക്കാൻ സാധിക്കില്ല, എന്റെ ജോലി തിരക്ക്, എന്റെ ഫാമിലി ടൈം, എന്റെ എന്റർടൈൻമെന്റ് ടൈം എനിക്ക് നഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് അവരെ നോക്കാൻ സാധിക്കുന്നില്ല എന്നിട്ട് പല മക്കളും തന്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഓൾഡ് ഏജ് ഹോമിലേക്ക് എത്തിക്കുകയാണ്. അതിന് കാരണക്കാരാരാണ്? ഞാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് എത്തിയതിന് കാരണം ഞാനാണ്. എന്നിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ആരോരും അറിയാത്ത എത്രയോ വാർദ്ധക്യം പിടിച്ച ആളുകൾ, രോഗം പിടിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ, അല്ലെ, ഒരു ഓൾഡ് ഏജ് ഹോമിലൊക്കെ സന്തോഷമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എത്ര സ്ട്രഗിൾ ചെയ്യണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സ്ട്രഗിൾ ചെയ്യണം?
എത്ര പണിയുണ്ട് അങ്ങനെ അതിനകത്ത് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനുണ്ടാവും, അല്ലെങ്കിൽ ഒരമ്മയുണ്ടാവും, അല്ലെങ്കിൽ രോഗിയായിട്ട് അടിക്കടി നഴ്സുമാരെ വന്ന് ശുശ്രൂഷിക്കുന്ന ആളുകളുണ്ടാവും. ഇവിടെ എങ്ങനെയാണ് ഒരു സന്തോഷം കണ്ടെത്തുന്നത്? അപ്പൊ നമ്മളെ സന്തോഷിക്കേണ്ട, നമ്മുടെ മീനിങ് ഫുൾ ആയ ലൈഫ് നമ്മൾ മാറ്റി വെച്ചിട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട്, സ്വന്തം മക്കളായിക്കോട്ടെ, നമ്മൾ സന്തോഷിക്കേണ്ട സമയം നമ്മൾ സന്തോഷിച്ചേ മതിയാവുള്ളൂ. കാരണം അവസാനം റിട്ടയർമെന്റ് ലൈഫിൽ നമ്മൾ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ, എന്റെ ലൈഫ് അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയുന്നതിന് പകരം ഏറ്റവും നല്ല മാർഗം നമ്മൾ സന്തോഷിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ നേടുക, നമ്മളെ മക്കൾക്ക് നേടിക്കൊടുക്കുക, അവരതിന് നമ്മൾ പ്രായോഗികമായിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും നേടിക്കൊടുത്തിട്ട് നാളെ അവർക്ക് ചെയ്യാൻ ഒന്നുമില്ല, അല്ലെ? നമ്മളെല്ലാം നേടിക്കൊടുക്കും, എന്തൊക്കെയാണോ നേടിക്കൊടുക്കുക അതൊക്കെ നമ്മൾ മക്കൾക്ക് നേടിക്കൊടുക്കും. നാളെ അവന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രായമാകുമ്പോൾ മൊബൈൽ നോക്കുമ്പോൾ അവന് ഏറ്റവും പുതിയ മൊബൈലാണ്, വണ്ടി നോക്കുമ്പോൾ ഏറ്റവും നല്ല കാറാണ് അവന്റെ കയ്യിലുള്ളത്, ഡ്രസ്സ് നോക്കുമ്പോൾ LPയുടെ ഡ്രസ്സാണ്, അല്ലെങ്കിൽ അലൻസോളിന്റെ ഡ്രസ്സാണ് അവൻ ധരിക്കുന്നത്. അവന് പ്രത്യേകിച്ചിട്ട് ചെയ്യാനൊന്നുമില്ല, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തു വെച്ചു കൊടുത്തു. വിദ്യാഭ്യാസത്തിനുള്ള സംഭവങ്ങള്, അവന്റെ അവനൊരു കാർഡ് ഉണ്ട്, ആ കാർഡിനകത്ത് പൈസ ഇട്ട് കൊടുക്കുകയാണ്. അവർ പോക്കറ്റ് മണി, എത്രയാണ് പോക്കറ്റ് മണി? 5000-ന് പകരം 20,000, 10,000, 20,000 നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അവന് ശരിക്കും ചെയ്യാൻ, ഈ സമൂഹത്തിൽ ചെയ്യാൻ അവന് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ലൈഫ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. സന്തോഷമുള്ള പേരൻസിനെ ഇന്ന് മക്കൾക്ക് ഇഷ്ടമുള്ളൂ. അതെ, കറക്റ്റ്. അപ്പൊ നമ്മളെ ലൈഫിനെ എപ്പോഴും മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ അച്ചീവ്മെന്റ് ആണ്. നമ്മളെ ഓരോ വിജയങ്ങളും നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിന് എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ എല്ലാത്തിനെയും ഒരു രീതിയിൽ നമ്മൾ അതിനെ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നമ്മൾ സന്തോഷവാനാവുക. എന്ത് ചെറിയ വിജയമാണെങ്കിലും അതിന് എന്താണെന്നൊന്നുമില്ല. ചെറിയൊരു, നിങ്ങൾ ഇപ്പം ഡയറ്റ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഡയറ്റ് എടുത്തിട്ട് ഒരു 70 കിലോ ഒരാൾ ഡയറ്റ് എടുത്തു, ആളെ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു 55 കിലോയിലേക്ക് എത്തിക്കലാണ്. സ്വാഭാവികമായിട്ടും അയാൾ ഡയറ്റ് എടുത്ത് തുടങ്ങിയിട്ട് 70 എന്നുള്ളത് 69,800 200 ഗ്രാം കുറഞ്ഞ നമ്മൾ അതിനകത്ത് സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ എന്താ ചെയ്യാന്നറിയാം, 200 ആയിട്ടുള്ളൂ, അല്ലെ? ആകെ 200 ആയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 200 ആയിട്ടുള്ളൂ. എത്ര കഷ്ടപ്പാടുണ്ടായി നമുക്കറിയും അതിനകത്ത്. പക്ഷെ ആ 200 നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അയാളെ ബിസിനസ്സിനകത്ത് ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, അതിൽ സന്തോഷിക്കുക. നേരെ മറിച്ച് നമ്മൾ ഇനി എന്ത് പ്രോഗ്രസ് ഉണ്ടായാലും സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഫുള്ളി എല്ലാം ലെവലായിട്ട് 100% ഹാപ്പിനെസ് കിട്ടുന്ന രൂപത്തിൽ മാത്രമേ ഞാൻ സന്തോഷിക്കുള്ളൂ, അല്ല 100% സക്സസ്സിൽ മാത്രമേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്ന് കരുതി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തീരുന്നത് വരെ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും, അല്ലെ? നമ്മൾ ചില ബസ്സിന് നമ്മൾ ഈ ബസ് വേണ്ട, അടുത്ത ബസ്സിന് പോകാം, ഇത് ആള് കൂടുതലാണ്, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട ആളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബസ്സിൽ കയറാൻ പറ്റും. നമ്മൾ അങ്ങനെ നിന്നിട്ട് 3-4 ബസ് പോയ ആളുകളുണ്ടാവും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഈ ബസ്സിൽ തിരക്കാണെന്നത് അടുത്ത ബസ്സിൽ തിരക്കാണ്, പിന്നെ അടുത്ത ബസ്സിൽ പിന്നെ മൈൻഡ് പറയും ഈ ബസ് വേണ്ട, ഇനി വരാൻ പോകുന്ന ബസ്സിൽ ഉറപ്പായിട്ട് എനിക്ക് സീറ്റ് കിട്ടും, അല്ലെ? നമ്മളങ്ങനെ നഷ്ടപ്പെടുത്തുക, നമ്മൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്താണ് ജീവിക്കാനുള്ളത്. അപ്പൊ ഈ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഇനി എന്ത് ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും, അഥവാ നമ്മുടെ മക്കളാണെങ്കിലും, നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക, പരീക്ഷയിൽ തോറ്റുകഴിഞ്ഞു, ആ തോറ്റ നമ്മൾ അതിൽ സന്തോഷിക്കുക. എങ്ങനെ സന്തോഷിക്കാം? എത്ര മാർക്കുണ്ട്? 50-ൽ 40, അല്ലെങ്കിൽ 30 മാർക്ക് കിട്ടിയോ? അടിപൊളി. ഇനി 20 മാർക്ക് കിട്ടാൻ വേണ്ടി നിനക്ക് അത്രയല്ലേ വേണ്ടുള്ളൂ. എന്നാൽ മോഡേൺ പാരന്റിങ് എന്ന് പറയുമ്പോഴും മറ്റുള്ള പാരന്റിങ്ങിലും എല്ലാം വരുന്ന ഒറ്റ കാര്യമാണ്, 2 പാരന്റിങ്ങിലും മാർക്ക് കുറഞ്ഞ പ്രശ്നം തന്നെയാണ്. അന്ന് മാർക്ക് പറഞ്ഞ് പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് സ്കൂളിൽ വരുന്ന സമയത്താണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ന് നേരെ തിരിച്ച് അത് മറ്റൊരു രീതിയിലേക്ക് നേരെ സ്കൂളിൽ നിന്ന് നേരെ തന്നെ അറിയിക്കും പാരന്റിനെ. അപ്പൊ മാർക്ക് കുറഞ്ഞ പ്രശ്നം, മറ്റുള്ള കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് അവിടെ നഷ്ടപ്പെടുന്നു. ആ കുട്ടി കരുതുന്നു ഇനി എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇനി എന്നോട് ഇങ്ങനെയായിരിക്കും ഇനി സംസാരിക്കുന്നത്. നമ്മുടെ സന്തോഷവും പോയി, മക്കളുടെ സന്തോഷവും പോയി. നേരെ മറിച്ച് ഇത്രയുണ്ടല്ലേ, നെക്സ്റ്റ് ടൈം എന്തായാലും നിനക്ക് പാസ്സാകാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട് എന്നൊരു പോസിറ്റീവ് ഇന്റൻഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ മാറും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പെർമ മോഡലാണ് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്തത്. P for പോസിറ്റീവ് ഇമോഷൻസ്, എൻഗേജ്മെന്റ്, E for എൻഗേജ്മെന്റ്, R for റിലേഷൻഷിപ്സ്, M for മീനിങ്, A for അച്ചീവ്മെന്റ്. ഇത് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാൻ വേണ്ടിയിട്ടും വലിയ കാര്യങ്ങളിലൂടെ നമ്മളെ ജീവിതത്തെ എന്നും സന്തോഷത്തിലെത്തിക്കാനുള്ള
ഒരു സയന്റിഫിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഒരു പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? കോമൺ മിത്തുകൾ ഉണ്ട്, അത് നമ്മൾ എപ്പോഴും ഒഴിവാക്കി പിടിക്കണം. എന്താണ് കോമൺ മിത്ത്? എല്ലാപ്പോഴും എനിക്ക് പണം ഉണ്ടായാൽ, ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് പണം ഉണ്ടായാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പ്രശംസ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ട്. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരാൾ ഒരു ഫീഡ്ബാക്കും ഇല്ല, ഒരു സംഭവം ഒരാളെ ഭാഗത്തുനിന്നില്ല, ഞാൻ മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയി, ഒരു ഫീഡ്ബാക്കും ഇല്ല, ഞാൻ ആകെ പോയി, ഇത്രയും സമയം ക്ലാസ് എടുത്തിട്ട് ഒന്നുമില്ല, അല്ലെ? അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ഒരു പണം കിട്ടുന്നില്ല, എന്റെ ലൈഫ് പോയി, പണം കിട്ടുന്നില്ല, സന്തോഷം മൊത്തം പോയി. അല്ലെങ്കിൽ പെർഫെക്റ്റ് ലൈഫ്, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് പോകുന്നതല്ല നമ്മുടെ ലൈഫ് 100%. കുറെ കാര്യങ്ങളൊക്കെ ചില എന്താ പറയാ പ്രകൃതിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ചെറിയ കൈയുണ്ട് അതിനകത്ത്. അപ്പൊ നമ്മളെ പെർഫെക്റ്റ് ലൈഫ് കിട്ടിയാൽ മാത്രമേ നമ്മളെ ലൈഫ് സക്സസ് ആവുള്ളൂ എന്ന് കരുതി നമ്മൾ ജീവിച്ചിട്ട് നമ്മുടെ സന്തോഷം കണ്ടെത്തി അത് ജീവിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തീരുന്നത് വരെ നമ്മൾ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കോമൺ മിത്തിൽ ആരും പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു 6 മിനിറ്റ് അധികമായിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല സാർ, ഇന്ന് സൺഡേ അല്ലേ? സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല, ക്ലാസ് നന്നായിന്നല്ലേ? ഞാനും അത് ഓർത്ത്. അതെ, നല്ല ക്ലാസ് ആയിരുന്നു സാറ് സാറിന്റെ. സമയം പോയത് അറിഞ്ഞില്ല സാറേ, സത്യമായിട്ടും. അതാണ് റോബ് സാറേ, ഞാൻ ക്ലാസ് അടിപൊളി ആയതുകൊണ്ട് ഇരുന്ന് പോയി എന്ന് കേൾക്കുന്ന വിചാരിച്ചത്. അപ്പൊ ആള് പറയുന്നത് സൺഡേ അല്ലേ അതുകൊണ്ട് ഇരുന്നതാണ്. ഒന്നും അയ്യോ. എന്തായാലും സാറ് സന്തോഷം. നന്നായിരുന്നു കേട്ടോ. സൂപ്പർ ക്ലാസ് ആയിരുന്നു സാറേ. പറയാനില്ലല്ലോ. അടിപൊളിയായിരുന്നു എങ്ങനെ? കേട്ടോ. അല്ല, അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞത് പറയാനില്ലല്ലോ. അതെ ഓക്കെ അതെ, ഓക്കെ ഓക്കെ. അത് പ്രത്യേകിച്ച് മാത്രമല്ല ജാഹിർ സാറ് അർച്ചന മാമിന്റെ ക്ലാസ്സിൽ കയറാത്തോണ്ടതാണ് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1.25 മണിക്കൂർ എടുത്ത്, ആ, അപ്പൊ ഇതൊന്നും അധിക സമയമല്ല. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഞാൻ സത്യം പറഞ്ഞാല് പുറത്തു പോയി വന്നപ്പോഴാണ് ക്ലാസ് കയറിയത്, അപ്പൊ ഞാൻ അത്ര അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്, ഞാൻ അവിടെ തന്നെ സൈഡിൽ വന്നിരുന്നത്, മറ്റേ അതെ അതെ സൈഡ് കൊടുക്കുന്നത്. നല്ല അതെ. അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് നല്ലൊരു ക്ലാസ് ആയിരുന്നു. പറയാനില്ലാത്തോണ്ട്. വണ്ടർഫുൾ. നല്ലൊരു ക്ലാസ് താങ്ക് യു. ആയിരുന്നു. ഈ പെർമ മോഡൽ ഐ ആം ഹിയറിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇപ്പോഴാണ് ഞാൻ ഇത് കേൾക്കുന്നത്. ഇറ്റ്സ് വണ്ടർഫുൾ. റിയലി ഇൻ എ ഷോർട്ട് പീരീഡ് യു ഹാവ് ഗിവൻ എ വണ്ടർഫുൾ സെഷൻ. അത് നല്ലപോലെ താങ്ക് യു. മനസ്സിലാവുന്ന മാതിരി, റീച്ച് ആവുന്ന മാതിരി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഇതിൽ പറയാണ്ട്, നമ്മളെ സന്തോഷത്തിൽ സാർ പറഞ്ഞില്ലേ, പാരൻസ് കുട്ടികൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു, അവർക്ക് വേണ്ടി ജീവിക്കുന്നു, അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. വൃദ്ധസദനങ്ങളിൽ പോയി അവർ പറയാണ്ട, കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഇവിടെ എനിക്കൊരു കാര്യം പറയാണ്ട്, ഈ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ പാരൻസ് ഒരു കാര്യം പറയാറുണ്ട്, നിങ്ങൾ നന്നായിരുന്നാ മതി, നിങ്ങൾ പഠിച്ച് വലിയ ആൾക്കാരായാ മതി, ഞങ്ങൾക്കൊന്നും തരണ്ട. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വളർത്തുമ്പോൾ അവരത് രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണ്, നമ്മുടെ ഒന്നും ഇവർക്ക് ആവശ്യമില്ല. സോ ഓട്ടോമാറ്റിക്കലി ദേ ഹാവ് ടു ഗോ ടു ദ ഓൾഡ് ഏജ്. അങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. അങ്ങനെയല്ല പറയേണ്ടത് പാരൻസ്. എല്ലാ പാരൻസും പറയേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വളർത്തുന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് കുട്ടികളോട് പറയുകയും വേണം. അറ്റ് ദ സെയിം ടൈം സന്തോഷമായി ഇരിക്കുകയും വേണം. അവരെ പറഞ്ഞു വളർത്തുകയാണെങ്കിൽ, നിങ്ങളാണ് വയസ്സുകാലത്ത് ഞങ്ങളെ നോക്കേണ്ടത്, അതില്ല ഇപ്പോ. ആ ഒരു ആറ്റിറ്റ്യൂഡേ, ആ ഒരു ഇതേ വരുന്നില്ല ഇപ്പോ. ഇങ്ങനെ പറഞ്ഞാണ് വളർത്തുന്നത്. എത്ര പൈസ ഇല്ലാത്തവരായാലും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൃദ്ധസദനങ്ങൾ കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അറിയിക്കുക എന്നുള്ളത്. എന്റെ ഒരു സുഹൃത്ത്, ഞാനൊരു ക്ലാസ്സിൽ പോയ സമയത്ത് ഒരാൾ ഷെയർ ചെയ്തൊരു കാര്യമാണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അയാൾ പറഞ്ഞൊരു കാര്യം, അയാൾ ഇപ്പം പ്രവാസിയല്ല, അയാൾ എക്സ് പ്രവാസി. അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അയാൾ തന്റെ വീട്ടിലേക്ക് ഫോട്ടോ അയക്കുന്നത് 2-3 തവണ മാത്രമാണ്. അത് ഏത് സമയത്താന്ന് വെച്ചാൽ അയാൾ പറഞ്ഞത് പെരുന്നാളിന്റെ സമയത്ത്. അയാൾ പെരുന്നാളിന്റെ സമയത്ത് നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് പൂന്തോട്ടങ്ങൾ തേടി നടക്കും. അയാൾ പറഞ്ഞൊരു കഥയാണ്. പൂന്തോട്ടങ്ങൾ തേടി നടന്ന ആ പൂന്തോട്ടത്തിൽ നിന്ന് നല്ലൊരു ഫോട്ടോ
കാരണം ഇയാളെ മറ്റൊരു വശമുണ്ട്, ഇയാൾ എടുക്കുന്ന വർക്കിന്റെ പണിയുടെ മറ്റൊരു വശമുണ്ട്, അത് മക്കൾ അറിയില്ല. ശരിക്കും മക്കൾ അത് അറിയണം എന്നുള്ളതാണ്. മക്കൾ അറിയിക്കണം എങ്ങനെയാണ് നിനക്ക് പോക്കറ്റ് മണി എത്തുന്നത് എന്ന് മക്കൾ അറിഞ്ഞാൽ മാത്രമേ അതെങ്ങനെ ചെലവഴിക്കും എന്നുള്ളത് മക്കൾ ചിന്തിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ സന്തോഷം മാത്രം കേൾക്കുമ്പോൾ സ്വാഭാവികം അച്ഛൻ അല്ലെങ്കിൽ അമ്മ അടിപൊളി സെറ്റപ്പാണ്, പൂന്തോട്ടത്തിൽ നിന്നൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. സ്വാഭാവികം നമ്മളെ മക്കളെ അറിയിക്കുക. കറക്റ്റ് ആണ് ഇന്ദിര മാം പറഞ്ഞത്. താങ്ക് യു. താങ്ക് യു സാർ. ഞാൻ അങ്ങനെ മക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയും അൽഹംദുലില്ലാ ഇപ്പൊ നമുക്ക് നല്ലൊരു ജീവിതമുണ്ട്. പക്ഷെ ഇതിപ്പോ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി ഓരോന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ മക്കള് പ്രാപ്തരായിരിക്കണം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നമ്മൾ വളർന്ന അതെ, സാഹചര്യം അല്ലല്ലോ നമ്മുടെ മക്കൾ വളരുന്നത്. അന്നത്തെക്കാൾ സൗകര്യമുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ അതിനെ ഫേസ് ചെയ്യാനും കൂടെ നമ്മൾ അവരെ പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴേ അവർക്ക് പിന്നീട് നമ്മളോടാണെങ്കിലും, നമ്മളോട് മാത്രമല്ല ഏതൊരാളോടാണെങ്കിലും ആ ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ എമ്പതിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. മാം പറഞ്ഞത് കറക്റ്റാണത്. എല്ലാ അതെ. സൗകര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടുന്നതാണ്, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും അവർ വിചാരിക്കും. നാളെ അത് ഇല്ലാതായാലും അവര് ലൈഫിൽ സക്സസ് ആവുകയും ചെയ്യില്ല. അവര് സ്ട്രഗിൾ ചെയ്യുകയും കരുതും ചെയ്യും. അതെ, നേരത്തെ പറഞ്ഞ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രൂപത്തിലേക്ക് അവരെത്തും. ഒന്നിലും സന്തോഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അതെ, അവരെത്തും. കറക്റ്റ്. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ ഏതോ ഒരു മാം പറഞ്ഞ കാര്യം ഓർമ്മ. അപ്പൊ നമ്മള് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോ, ഇപ്പൊ നമ്മള് പ്രയർ ടൈമിലും ഒക്കെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും അല്ലെ. അപ്പൊ നമ്മള് അങ്ങനെയല്ല, നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഉറക്കനെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അവരത് കേൾക്കണം എന്നാണ് പറയുന്നത്. നമ്മളെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോന്നും ഇന്ദിര മാം പറഞ്ഞ പോലെ, റോബ്സർ പറഞ്ഞ പോലെ എല്ലാം അവരറിയണം. അവരറിഞ്ഞാൽ മാത്രമേ എന്താണ് എൻ്റെ അച്ഛനല്ല അമ്മ എനിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്ന് അവരറിയണം. നമ്മളൊന്നും അറിയിക്കാതെ എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഞാനൊന്നും അറിയിക്കാതെ പൊന്നുപോലെ നോക്കിയെന്ന് പറഞ്ഞാൽ തിരിച്ച് ആ പൊന്നുപോലെ ഒന്നും നോക്കണം എന്നില്ല. പൊന്നിനൊക്കെ ഇപ്പൊ നല്ല വിലയാണ്, തിരിച്ചു കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സോ നമ്മൾ അറിയിക്കുക എങ്ങനെയാണ് വളരുന്നത്, നീ വളരാൻ നിനക്കിപ്പൊ കിട്ടുന്ന പൈസ എങ്ങനെയാണ്, അല്ലെങ്കിൽ നീ ഇപ്പൊ വളരുന്ന സാഹചര്യം. റോബ് സാറ് പറഞ്ഞ പോലെ നാളെ പെട്ടെന്നെല്ലാം ഇല്ലാതാവാം, പറയാൻ പറ്റില്ല. നമ്മൾ മുണ്ടക്കൈ ദുരന്തൊക്കെ ഞാൻ ഇന്നലെ കൂടി അതിന്റെ വീഡിയോ കണ്ടപ്പോ പെട്ടെന്ന് ഷോക്കായതാണ്. കാരണം നമ്മൾ ചിന്തിച്ചു നോക്ക്, പ്രതീക്ഷിക്കാതെ വീട് കുടികേറിയിട്ട് 3-4 മാസം ആയവരെ വീടുകളടക്കം അവിടുത്തെ എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ഒരാൾ മാത്രം ബാക്കി. ചിന്തിച്ചു നോക്ക്, അയാൾ നല്ലൊരു പവർഫുൾ ആയ മനുഷ്യനാണെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുക, എന്റെ എല്ലാം ഇനി എവിടുന്ന് തുടങ്ങും, ഇനി എന്ത് ചെയ്യും, ആരുണ്ട്. സ്വാഭാവികമായിട്ട് അതാണ് സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കും ആങ്സൈറ്റി ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോ അതിങ്ങനെ വാരിക്കോരി ചെയ്തു കൊടുക്കുക. അതായത് നമുക്ക് നല്ല സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ആവശ്യകത എന്താണെന്നൊന്നും നമ്മളത് പറഞ്ഞു കൊടുക്കുന്നില്ല. ചിലത് അത്യാവശ്യമില്ലാത്തതായിരിക്കാം. അപ്പൊ അവര് അത് മനസ്സിൽ വിചാരിക്കുമ്പോഴും ഒക്കെ നമ്മളത് കൊടുക്കുമ്പോ ഈ പറഞ്ഞ പോലെ അതിന്റെ വാല്യൂസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ക്യാഷിന്റെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയാണ്ട് പോകും. അപ്പൊ അതിന് നമ്മ വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിലും കണക്ക് പറയല്ല, ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ ആവശ്യം എന്താണ്, ഇപ്പൊ ഇന്നും ഉള്ള ആവശ്യമുള്ളതാണോ, അത് ഒന്ന് കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട്, ഇപ്പൊ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനെ ആ രീതിയിൽ കുട്ടികളൊന്ന് അറിയിച്ചിട്ട് കൊടുക്കുമ്പോ അവർക്കത് നമ്മളെ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും ചിലപ്പോൾ അവർ ചിന്തിക്കും. അതെല്ലാം നമ്മൾ അവർ വിചാരിക്കുമ്പോഴത്തേനും ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്, ഇങ്ങനെ വാരിക്കോരി ചെയ്യുന്നവര്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ അവർ ആ വളർച്ചയിൽ ഇതിങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോ നാളെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവർക്ക് മനസ്സിലാവൂല. അവര് ആവശ്യപ്പെടുമ്പോൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പല കുട്ടികളും ഭയങ്കരമായിട്ട് ഇതാവുന്നത് കാണാറുണ്ട്. അതെ, ടോപ്പിക്ക് ഇത് മാറി വിടുകയല്ല നമ്മള്. മക്കൾക്ക് എന്ത് കാര്യം അവർ ആവശ്യപ്പെടുകയാണെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിലും അവരോടത് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറയണം. ആവശ്യം, അത്യാവശ്യം, കറക്റ്റ്. അനാവശ്യം, ഇതിൽ മൂന്നിൽ യെസ്, ഏതാണ്? യെസ്. അതിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് ചിലപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത്യാവശ്യമാണെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ചെയ്തു കൊടുക്കുക. ആവശ്യമാണെങ്കിൽ ചിലപ്പം കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റും. അനാവശ്യമാണെങ്കിൽ ഒഴിവാക്കുക. അപ്പം അവരോട് തന്നെ പറയാം ഇതിൽ ഏതാണ് ഇത്, നീ തന്നെ ചിന്തിച്ച് നോക്ക്, എന്നിട്ട് നീ പറ എപ്പോഴാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോഴേ അവർക്ക് അതിൻ്റെ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യാന്ന് മനസ്സിലാവുള്ളൂ.
ഇത് നമ്മൾ ചെറുപ്പത്തിലേ കൊടുക്കലായിരിക്കും. കാരണം നമ്മുടെ സൈക്കോളജി പറയില്ല, ഒരു പാറ്റേൺ രൂപപ്പെടും. കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫും അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ അച്ഛനോട് അല്ല അമ്മയും നമ്മുടെ ചെറുപ്പത്തിൽ ആവശ്യപ്പെട്ട എങ്ങനെയായിരിക്കും, അവർ വാങ്ങിച്ചു തരുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ചെയ്തൊരു അടവുണ്ട്, എന്താണ്, കരയുക എന്നുള്ളത്. അപ്പൊ അവിടെയാണ് ഇപ്പം റൌഫ് സാറ് പറഞ്ഞ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധിപ്പിച്ചു കൊടുത്താൽ അവന്റെ ബ്രെയിനിൽ അത് പാറ്റേൺ രൂപപ്പെട്ടു, കരഞ്ഞാൽ എനിക്ക് സാധിക്കാൻ വേണ്ടി പറ്റും, പിന്നെ അത് അവൻ ഫോളോ ചെയ്യും. കരഞ്ഞിട്ട് നേടാൻ പറ്റും എന്നുള്ളത് ഫോളോ ചെയ്തു തുടങ്ങും. പിന്നീട് എന്തായി, അവൻ വലുതാകുന്നിടത്തോളം പുതിയ പുതിയ കാര്യങ്ങൾ നേടാൻ എന്ത് ഐഡിയ എന്നുള്ളതാണ് അവന്റെ ബ്രെയിനിൽ പാറ്റേൺ രൂപപ്പെടുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അവിടെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്താൽ വളരെ മനോഹരമായിട്ട് നമ്മൾ പറയാം, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അടിപൊളി ഒരു കൺസെപ്റ്റ് ആണ് അത്. അതെല്ലാവരും ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അത് നമ്മളെ പാരന്റിങ്ങിൽ മുൻപേ ചെയ്തു വരുമ്പോ കുട്ടികൾക്ക് അതൊരു പരിചയമാവും. നമ്മൾ ഇടയ്ക്ക് വെച്ച് കയറി ഇങ്ങനെ അതെ ഓരോ അതെ കുട്ടി ചെയ്യുമ്പോൾ അവർക്കത് അവരെ മാറ്റി നിർത്തുന്നതായിട്ടും അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് വേറൊരു രീതിയിലുള്ള ഇമോഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് നമ്മളെ പാരന്റിങ്ങിൽ തുടക്കത്തിലേ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു പരിചയമായിട്ട് മാറിക്കോളും. അതാണ് അതെ കൂടുതൽ അതെ നമ്മൾ കറക്റ്റ്. ഹലോ അതുപോലെ സാർ, തന്നെ ഗുഡ് മോർണിംഗ്. ഇഷ മാം ആണെന്ന് തോന്നുന്നു ഒരു മോർണിംഗ്. കമന്റ്. എന്താണ്, നമ്മള് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് മക്കൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുക. അതും കൂടെ ഒരു പോയിന്റ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെല്ലാം നമ്മുടെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവരെ അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അടുക്കുക. അവർ ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവര് നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പൊ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുകയും കൂടെ വേണം. അപ്പോഴായിരിക്കും അവര് നേരത്തെ നിഷാമ്മ പറഞ്ഞ ഒരു കമന്റ് എനിക്ക് ഇതായിട്ട് തോന്നിയില്ല. എന്തായാലും നല്ല ഇന്ററാക്ഷൻ ഒക്കെ വന്നു, അടിപൊളി സെറ്റ്. ഇതിരാമേമ എന്തോ പറയണ്ടായിരുന്നു. പറഞ്ഞോളൂ താങ്ക് യു പറഞ്ഞോളൂ. മാം. സജന മാം, താങ്ക് യു. എന്നോട് കേട്ടോ? താങ്ക് യു. വെൽക്കം. ഇന്ദിര മാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, ആ പറഞ്ഞോളൂ മാം. കേൾക്കുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാരും പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. സത്യം, എനിക്ക് ഒരു മോനാണുള്ളത്, സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മള് പിന്നെ ഓരോരോ സ്ട്രഗിൾസ് വരുമ്പം അവരെ വളർത്തുന്നത് നമ്മൾ ആ ഒരു രീതിയിലും കൂടി ആയിരിക്കും. കാരണം അവരും കൂടി നമ്മളെ കൂടെ ഇങ്ങനെ കണ്ടു വളരുകയല്ലേ. അപ്പൊ പലപ്പോഴും എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അവനെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആക്കിയിട്ട് അവന് പറ്റുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യിപ്പിക്കുമ്പോഴേ ആ കുട്ടിയല്ലേ, എന്തിനാണ് അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ, അതായത് അവനെടുത്ത പാത്രങ്ങളൊന്ന് സിങ്കിലേക്ക് വെക്കുക, അതേപോലെ അവൻ ചിലപ്പോൾ എനിക്കൊരു വയ്യായ്ക വരുമ്പോൾ അവനൊരു ഓംലെറ്റ് അടിക്കാൻ, ഗ്യാസ് നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്താലും ഒരു ഓംലെറ്റ് അടിക്കാൻ അവന് ഉഷാറായിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. നമ്മളത് ചെയ്യിപ്പിച്ചത് കൊണ്ടല്ലേ, അവന് ആ വേണ്ട സപ്പോർട്ട് കൊടുത്തത് കൊണ്ടല്ലേ. മറ്റേ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ വയ്യായ്ക വന്നാലും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. നമ്മളമ്മമാരുടെ ഇമോഷൻസ് ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യില്ല, അത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളെ കൂടെ തന്നെ കൊണ്ട് നടത്തി നമ്മൾ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ കൂടെ നിന്ന് അവർക്ക് ഓരോ കാര്യങ്ങൾ ശരി ഏതാ തെറ്റേതാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പോയിന്റിൽ വീണ് കിടക്കുമ്പോൾ നമ്മളെ താങ്ങി നിർത്താനും ആ നമ്മൾ അന്ന് സപ്പോർട്ട് കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ അവർ സ്വയം ചെയ്യും. അവിടെ നമ്മൾക്കൊരു റിലാക്സേഷൻ കിട്ടാനുണ്ട്. ആ ഇടയ്ക്ക് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ തിരക്കിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവൻ അവിടെ ഉണ്ടാവും. ഇവൻ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്യും. നിങ്ങളെ കാര്യം നോക്കിക്കോളി, പിന്നെ ഞാനിത് ചെയ്തോളാറ്. അപ്പൊ എന്താ, നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ അവന് ഓംലെറ്റ് അടിക്കണ്ടാവും. അപ്പൊ സെറ്റാക്കി കൊടുത്താൽ മതി. ഞാൻ പറയും ശ്രദ്ധിക്കണം, തീയാണ്, എല്ലാ കാര്യം ഇൻസ്ട്രക്ഷൻസും കൊടുക്കും. അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ മൈൻഡിലേക്ക് അത് വരും. പറഞ്ഞു വന്ന വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നേറ്റ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ ഈ സ്ട്രഗിളിലൂടെ ഒക്കെ പോയതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നോണ്ട് കാര്യമില്ല. അവരും കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത്
നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളതൊന്നും എന്തുണ്ടാവില്ല, തിരിച്ച് നമ്മളോട് ചെയ്യണം എന്നില്ല. പക്ഷെ നമ്മൾ ആ സ്ട്രഗിൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകുമ്പോൾ അമ്മ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലേ എന്നൊരു തോന്നലും കൂടി വരും. അതും അവരുടെ കൂടെയുള്ള ആളുകളിലേക്കും അത് അവരെന്ത് ചെയ്യും, പകർന്നു കൊടുക്കും എന്നുള്ളതാണ്. ഏതായാലും സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് ഞാൻ കാണുന്നത്. ഇതിന്റെ മുന്നത്തെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഇപ്പൊ ഒരു കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യലുണ്ട്. സമയം കുറച്ചൊന്ന് വൈകിയാലും ജോയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എല്ലാ ക്ലാസ്സുകളെ പോലെയും നമ്മളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളാകുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് റിലേറ്റഡ് ആവാൻ പറ്റും. അപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര എന്താ പറയാ, ഇത് കൊണ്ട് അനുഭവിച്ചതായിരുന്നല്ലോ, അതിൽ നിന്നൊക്കെ മാറ്റം വന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ശരിക്കും അതൊരു അനുഭവിക്കേണ്ട വേണം. എനിവേസ് താങ്ക് യു സോ മച്ച്. 22 സെക്കൻഡ് മിനിറ്റായി. ഓക്കെ ഓക്കെ. എല്ലാവരും ആക്റ്റീവ് ആയതുകൊണ്ട് കുഴപ്പമില്ലാന്ന് അല്ല കരുതാം. സാധാരണ അല്ല, ഇത് തെറ്റാണെന്നല്ല പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഇന്ററാക്ഷൻസ് കൂടുമ്പോ തന്നെയാണല്ലോ അതെ സെഷൻസും അതെ. കുറച്ചും കൂടി പിന്നെ പ്യൂരിറ്റി ഉണ്ടാവുക. നമ്മൾക്കും കാര്യങ്ങൾ നമ്മള് ഇപ്പൊ ഓരോരുത്തർ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയത് നമുക്ക് അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണല്ലോ. സത്യം സത്യം. ഇപ്പൊ Correct. കുറച്ച് ദിവസമായിട്ട് ആ ഒരു കാര്യം നമ്മൾക്കും കിട്ടുമ്പോ നമ്മൾക്കും പിറ്റേ ദിവസം അത് എണീക്കാനും നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാനുമുള്ള ഒരു തോട്ട്സ് അവിടെ വരും. നേരെ മറിച്ചിട്ട് അതെ അതെ നമ്മൾക്ക് അവിടെ കറക്റ്റ്. ഒരു ഗ്യാപ്പും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക എന്താ വെച്ചാല് അത് കേറിയിട്ട് എന്താ ആ ക്ലാസ് അങ്ങനെ കേട്ട് പോവല്ലേ എന്നുള്ളതാണ്. ചിലപ്പോ ഒരു സെക്കൻഡെങ്കിലും നമുക്ക് നമ്മളുടെ ഒരു കാര്യം പറയാനുള്ള ഒരു സമയമെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതെ അതെ. എനിവേ ആയിരിക്കും എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഈ സൗമ്യ മാം മറ്റേ കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത്, നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം കിട്ടുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു പാരൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മളെന്തായാലും ഇങ്ങനെയായി, മക്കൾക്കെങ്കിലും ഇത് പെട്ടെന്ന് എല്ലാം കിട്ടട്ടെ, അവരെങ്കിലും ഇതൊക്കെ അനുഭവിക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. പക്ഷെ അത് പിന്നീട് ചിലപ്പം ഒരു സമയത്ത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാവും. നമ്മുടെ ഈ ലൈഫിൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ ഈ ഹാപ്പിനെസ് തന്നെ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും നമ്മളെ ഗ്രാഫ് മുകളിലേക്ക് ഉയരുമ്പോഴാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചൊരു കുട്ടിക്ക് ആ ഗ്രാഫ് ഉയരണം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല വരുമാനവും നല്ല ഒരു ജീവിതം കിട്ടിയാലേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പം കുട്ടിക്കാലത്തെ ഗ്രാഫ് നമ്മൾ താഴ്ത്തണം എന്നല്ല പറയുന്നത്, ഒരു ബാലൻസ്ഡ് ആക്കി വെക്കുക. എന്നാലേ പിന്നീട് അവർക്ക് പഠിത്തത്തിലായാലും ജോലിയിലായാലും ഉയർച്ച ഉണ്ടാകുമ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ അവരും സന്തോഷിക്കുള്ളൂ. ആദ്യമേ എല്ലാ സന്തോഷങ്ങളും കൊടുത്തിട്ട് അവരുടെ സന്തോഷത്തിൻ്റെ ആ ഒരു ഇതങ്ങ് തീർക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ നമ്മളെല്ലാവർക്കും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കായിട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നേരത്തെ ഇന്ദിരാ മാം പറഞ്ഞ പോലെ അവരെ സ്വയം റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കൊടുക്കുക. നിന്റെ ഡ്രസ്സുകൾ നീ തന്നെ മടക്കി വെക്കുക, അല്ലെങ്കിൽ അലക്കിയ ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവെക്കുക. ഇങ്ങനെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കുക. അതുപോലെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിലും നമ്മൾ എല്ലാം അപ്പം തന്നെ ചെയ്തു കൊടുത്താൽ അവരുടെ തോട്ടിൽ അതൊരു ബ്രെയിൻ പാറ്റേൺ രൂപപ്പെടും. ഞാനിനി എന്ത് പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ പറ്റും. നാളെ അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നാളെ അവർ ചിലപ്പോൾ പറയുന്നത് നമ്മള് എന്താ പറയാ ബഡ്ജറ്റിനേക്കാൾ അപ്പുറത്തൊരു സംഭവം ആയി കഴിഞ്ഞാൽ അത് നമ്മൾ വാങ്ങിച്ചു തരൂല എന്ന് പറഞ്ഞാൽ അവന്റെ മൈൻഡിൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ അച്ഛൻ എന്റെ അമ്മ എന്നോട് വാങ്ങിച്ചു തരൂല എന്ന് പറഞ്ഞത് എങ്ങനെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് പലപ്പോഴും പല എന്താ പറയാ ക്രൂഷ്യൽ സിറ്റുവേഷൻസും ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, പക്ഷെ അതിന്റെ കാര്യങ്ങൾ അറിയിക്കുക. എല്ലാം അപ്പൊ തന്നെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മാർഗം. അത് അവരോട് കോളേജ് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും അല്ലെ, പെട്ടെന്ന് ചെയ്തു കൊടുത്താൽ. നമ്മ പിന്നീട് അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒന്നും ഉണ്ടാവില്ല. അവരിനി നാളെ പറയാണ് എനിക്ക് നല്ല ഇപ്പൊ ഇറങ്ങിയ ഫോൺ വേണം. നമ്മളെ ബഡ്ജറ്റ് അത്ര, നമ്മളെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-30 സാലറി ഉണ്ടാവും. അതിനകത്ത് കുറെ ലോണുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇല്ല ഇപ്പൊ പറ്റൂല, ഇപ്പൊ എനിക്ക് കുറെ ചെലവുകൾ ഉള്ളതാണെന്ന് പറയുമ്പോ കുട്ടി ചിന്തിക്കുന്ന എന്താണ്, എന്ത് പറ്റി, എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം കുറഞ്ഞോ, എന്നോടുള്ള സ്നേഹം പോയോ എന്ന് അവര് പല രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് അവർ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് തുനിയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അവർ ചിലപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി വേറെ നോക്കും.
ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ്. പല രീതിയിലേക്ക് അവർ തിരിയും. ഇന്നിപ്പോ എളുപ്പമാണ് ക്യാഷ് ഉണ്ടാക്കാൻ, പല മാർഗങ്ങളുണ്ട് അല്ലെ. ഇല്ലീഗൽ ആയിട്ടുള്ള മാർഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കൾ അതിൽ പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇതുപോലെ കാറ്റഗറൈസ് ചെയ്തിട്ട്, അഥവാ ഒരു പട്ടാളച്ചിട്ടല്ല ഇതിവിടെ ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യമുള്ള കാര്യങ്ങൾ അഥവാ സ്കൂളിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അത് കൊടുക്കുക, അതിനാലോചിക്കരുത്. നേരെ മറിച്ച് അവനെ അടിച്ചു പൊളിക്കാനുള്ളതാണെങ്കിൽ അത് ആലോചിക്കുക. അവന്റെ അടിച്ചുപൊളിയിൽ ആരൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ഉണ്ടാവും, എന്താണ് ആ പാർട്ടി. നമ്മൾ അറിയണം, നമ്മൾ അച്ഛനാണ് അമ്മയാണ്, നമ്മൾ അറിയണം. കാരണം നാളെ അവന്റെ പേര് വരുന്ന സമയത്ത് നമ്മുടെ പേരും ഉണ്ടാവും അല്ലെ. ഇന്ന ആളുടെ മകൻ എന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും, മകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ എനിക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി, അവര് പറയും നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല എന്ന് അവര് പറയുമ്പോഴും നമ്മുടെ പേര് അതിനകത്ത് ചേർത്ത് ഇന്ന ആളുടെ മകൻ എന്ന് ചേർത്ത് വായിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മരിച്ചാലും വായിക്കുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ മക്കളെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എല്ലാം കറക്റ്റ് ആണ് സാർ, ഒരു എതിരഭിപ്രായവും ഇല്ല. അപ്പൊ നമുക്ക് പതിയെ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ. പോകാൻ താല്പര്യമില്ലായിരിക്കും. ഓക്കെ സാർ. പറയണേ, എങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഒരു ഫുൾ ഒരു ക്യാമ്പോ എന്തോ ഉണ്ടായിരുന്നെന്ന് അറിയില്ല, ഒരു ക്ലാസ് ഫുൾ ഡേ ചിരി. ലോഫിങ്ങിന്റെ നിങ്ങൾക്കൊക്കെ പറ്റും, എനിക്കൊന്നും പറ്റൂല. കാരണം എനിക്ക് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ നല്ലതാണ് ഒരു ദിവസമൊക്കെ മ്യൂട്ടായിരിക്കൽ, ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് പഠിക്കാം. ചില സാഹചര്യങ്ങളോട് ചില സ്ഥലത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കും സംസാരിക്കണ്ടായിരുന്നു അല്ലെ. നമ്മൾ ചിന്തിക്കാറില്ലേ സംസാരിക്കണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരു ദിവസം മ്യൂട്ടായിട്ട് നിന്നാലേ മാത്രമേ പറ്റുള്ളൂ. ചിലപ്പം ഭാര്യയും ഭർത്താവ് നല്ല പ്രശ്നമായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരാൾ സംസാരിക്കാതിരുന്നാൽ തീരുന്ന പ്രശ്നം, അയാള് പറയുന്നതിനെ ഇയാള് 10 മടങ്ങ് തിരിച്ചു പറയും. അപ്പൊ അതിന് ഇപ്പുറത്ത് വീണ്ടും പറയും. അപ്പൊ ഒരാള് മിണ്ടാതിരുന്ന, അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കും, വേണ്ടായിരുന്നു, ഞാൻ മിണ്ടാതിരിക്കാം അല്ലെ, ഞാൻ മിണ്ടാതിരുന്ന തീരാവുന്ന പ്രശ്നം. അത് ഭാര്യ ഭർത്താവല്ല, എല്ലാം ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഏതെങ്കിലും ഒരാൾ സൈലന്റ് ആയാൽ തീരാവുന്ന പ്രശ്നത്തെ രണ്ടുപേരും അല്ലെ, നമ്മൾ പറയാ നാടൻ രീതിയിൽ പറയാറുണ്ട്, 2 കൈ കൂട്ടിമുട്ടിയാൽ മാത്രമേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഒരു കൈ വന്നിട്ട് ഇങ്ങനെ അയക്കാൻ ശബ്ദം ഉണ്ടാവില്ല. അപ്പോ സംസാരിക്കാതിരിക്കാനും നമ്മൾ പഠിക്കണം. നമുക്ക് വെക്കാം അങ്ങനെ വിംബിളുടെ കീഴിൽ നമുക്കൊരു കോഴ്സ് വെക്കാം. അങ്ങനെ നല്ല അരങ്ങായിരിക്കും സംസാരിക്കാതിരുന്നു കഴിഞ്ഞാല്. നമുക്ക് അർച്ചന മാമിനെ ഒക്കെ ആക്കാം. അർച്ചന മാം എന്തായാലും ആ കോഴ്സിന് വരൂല. കാരണം അർച്ചന മാം എന്റെ വേറൊരു പതിപ്പാണ്. ഞങ്ങൾ എപ്പോഴും പറയാം, പൈസ സാർ ഞങ്ങള് ബാച്ചിൽ പറയാറുണ്ട്. കാരണം നേരത്തെ ഇന്ദിര മാം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ്. കാരണം ഒരു അഭിപ്രായം പറയണം. അപ്പോ അർച്ചന മാം ഒക്കെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിന്റെ രീതി തന്നെ മാറും. കാരണം ആൾക്ക് സംസാരിക്കണം എന്നുള്ളതാണ്. അതിനിങ്ങനെ പറയാം, ആക്ഷനിലൂടെ അഭിപ്രായം പറയാം. അപ്പൊ തന്നെ ശരി, നല്ലപോലെ നടന്നോളും. എല്ലാരും പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സുഖാണോ എന്ന് എങ്ങനെയാ ആക്ച്വലി ചോദിക്കാം. ഇങ്ങനെയോ എങ്ങനെയാ എനിക്കറിയില്ല, സുഖാണോ ബെറ്റർ ആണോ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഒരു ഡേ ഫുള്ള് ചിരിച്ചുകൊണ്ടിരിക്കും. ജിഷ മാമിന് അറിയാൻ തോന്നുന്നു കുറെ ടെക്നിക്സ് ഒക്കെ ഇങ്ങനെ സംസാരിക്കാതെ പറയുന്നത്. അതെ അതെ, നമുക്ക് എല്ലാ ടെക്നിക്കും അറിയാം. ഈ സംസാരിക്കാതിരിക്കൽ പിണങ്ങി നിൽക്കുന്നതിൽ കാണിക്കരുത് കേട്ടോ. പിണങ്ങി നിന്നിട്ട് ഇനി അയാൾ ഇങ്ങോട്ട് സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് സംസാരിക്കട്ടെ എന്ന് കരുതി നമ്മൾ മാറിയിരിക്കരുത് കേട്ടോ. അവിടെയും പ്രശ്നമാണ്. ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം അങ്ങോട്ട് പോയി സംസാരിച്ച് എന്ത് പറ്റി പോട്ടെ സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങ് തീരട്ടെ. എല്ലാത്തിനും ഒരു ബാലൻസ് വേണം എന്താണെങ്കിലും. അതെ ബാലൻസ് വേണം. നമ്മളെല്ലാം സിമ്പിൾ ആക്കരുത്. അത് നമ്മൾ എല്ലാ കാര്യം നമ്മളൊരു ടാസ്ക് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ആ ടാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോറാവും. ഇത് 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം അല്ലെ. നമ്മൾ 10 മണിക്ക് ചെയ്യേണ്ട ഒരു കാര്യം 10 to 10:30 വരെ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണെങ്കിൽ നമ്മൾ പറയും ഇത് സിമ്പിൾ ആണ്, ഒരു 10:15 ചെയ്താൽ തന്നെ എനിക്ക് തീർക്കാൻ വേണ്ടി പറ്റും, സിമ്പിൾ ആവും. എന്നാൽ ഭയങ്കര ഹാർഡാണെങ്കിലോ നമുക്കത് സ്ട്രെസ് വന്നിട്ട് പിന്നീട് എന്നെ കൊണ്ട് ഇത് പറ്റൂല. അപ്പൊ ബാലൻസിങ്ങിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. റൌഫ് സാറൊക്കെ നാട്ടിൽ വന്നാൽ നമുക്ക് ഒരു ക്യാമ്പിനെ കുറിച്ച് ആലോചിക്കാം. എന്തായാലും ഏറ്റവും സന്തോഷം ഒരു വലിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. എനിക്കും അതെ, എനിക്ക് പറ്റുന്നില്ലാത്തോണ്ടായിരുന്നു.
ശരിക്കും ഞാനും ഇങ്ങനെ ഓർക്കും, ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, നമ്മളെ ഒന്നിലും ഇങ്ങനെ ആക്റ്റീവ് ആവുന്നില്ല എന്ന്. ക്ഷമ മക്കൾക്ക് വന്നപ്പോ മൊത്തത്തില് പുലിയായിട്ട് വന്നല്ലേ? ഞാന് അത് ആ ക്ലാസ് എടുക്കണ്ടെന്ന് വിചാരിച്ചാ, പെട്ടെന്നാണ് പിന്നെ ഒരു എനർജി കിട്ടി എടുത്തത്. അടിപൊളി അടിപൊളി. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും ഓക്കെ, താങ്ക്സ്. പെട്ടെന്നായിരുന്നു ഹാവ് എ നൈസ് ഡേ. പ്ലാൻ ചെയ്തത്. ഇന്ന് അതെ എടുക്കേണ്ട ആവശ്യം സാറൊക്കെ എപ്പോഴും വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുവല്ലേ അതെ അതെ, കേൾക്കാന്. ഇന്നലെ സജന മാം ഹാൻഡ് റൈസ് ചെയ്ത് ഉടനെ സാറ് ചാടി വീണു, ഞാൻ ഏറ്റെടുത്തോളാം. മറ്റേത് സജന മാം വീണ്ടും വീണ്ടും ചോദിക്കലാണ്, ആരെങ്കിലും ഉണ്ടോ, പിന്നെ അപ്പൊ എല്ലാരും പേഴ്സണൽ ആയൊക്കെ അതിന്റെ ചോദിക്കാൻ വേണ്ടി വരും. അതിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയാം, എല്ലാരും എപ്പോഴും റെഡി ആയിട്ടിരിക്കുക. ഞാൻ അതെ അതെ. എപ്പോഴാണ് അവസരം വരുന്നത് അല്ലേ? അല്ലേ സഹീർ സാറേ? സജന മാമിന്റെ മെന്റൽ ഹെൽത്ത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ശരിയാ, ഭയങ്കര ആശ്വാസം. ശരിക്കും. ആളുടെ അടുത്ത് പോലുള്ള എനർജി ഉണ്ടായിരുന്നില്ല. അത്രയും എനിക്ക് രാവിലെ തൊട്ട് ക്ലാസ് ഉണ്ടായിരുന്നു, വൈകുന്നേരം വരെ. ഞാൻ വീട്ടിലെത്തിയപ്പോ 5:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ തന്നെ എനിക്ക് സാറിന്റെ റിപ്ലൈ സമാധാനമായോ, ആ കാര്യം സെറ്റ് ആയിരുന്നോ നോക്കിയതായിരുന്നു കേട്ടാ. അപ്പോഴായിരുന്നു ആരെയും പോയിന്റ് ചെയ്യേണ്ടി വന്നില്ല, അതിനു മുമ്പേ സാറ് പറഞ്ഞു ഞാൻ എടുത്തോളാം. ഇനി പോയിന്റ് കൊടുക്കണം, ആരാ ഇതുപോലെ കൂടുതൽ പ്രാവശ്യം മുന്നോട്ട് വരുന്നതെന്ന് അല്ലേ? ഒരു അതെ അവാർഡ് അതെ. അപ്പൊ പിന്നെ മത്സരമാവും. അർച്ചന നമുക്ക് എല്ലാ ദിവസവും ഓടി വരുന്നത് ഇങ്ങനെ മോർണിംഗിലൊന്നും വരുന്നില്ല അല്ലെ ഗ്രൂപ്പില്? ചോദിച്ചു കഴിഞ്ഞാല് വരാറുണ്ട് കേട്ടോ. ആ അതെ, അതല്ല ഞാൻ പറയാ, അങ്ങനെ കൂടുതൽ പ്രാവശ്യം വരുന്നവർക്ക് ഒരു അവാർഡൊക്കെ നമ്മുടെ ഗെറ്റ് ടുഗദറിന് കൊടുക്കണം എന്ന് പറയാം. അപ്പൊ നമുക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, ബാക്കി നമുക്ക് അംഗത്തട്ടിൽ കാണാം. ഓക്കെ, ബൈ.